അബ്ദുൾ റഹീമിന്റെ റിലീസിംഗ് ഓർഡർ കാത്തു നിൽക്കുകയായിരുന്നു. അബ്ദുൾ റഹീമിന്റെ ഉമ്മയും കുടുംബവും നമ്മൾ മലയാളികളും എല്ലാവരും. പക്ഷേ ഇന്നും ആ ഒരു റിലീസിംഗ് ഓർഡർ വരെയുണ്ടായിട്ടില്ല. ഇന്ന് കോടതിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയി നമുക്കൊന്ന് നോക്കാം. നിയമസഹായ സമിതിയും അതുപോലെ തന്നെ ഇതിന് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ പറഞ്ഞിരുന്നു, ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലീസിംഗ് ഓർഡർ വരും എന്ന് പ്രതീക്ഷിക്കുന്നില്ല, മറ്റു കാര്യങ്ങൾക്കായിരിക്കും ഇന്നത്തെ കോടതി കൂടുന്നത് എന്നുള്ളത്. ഇന്ന് കോടതിയിൽ ഇവര് കൂടിയിട്ടുള്ളത് അബ്ദുൾ റഹീമിന്റെ കുടുംബം നൽകിയിട്ടുള്ള പറോ പറ്റോണി നൽകിയിട്ടുള്ള സിദ്ദീഖ് തൂവൂരും അതുപോലെ തന്നെ എംബസി ഉദ്യോഗസ്ഥനായിട്ടുള്ള യൂസഫ് കാക്കഞ്ചേരി ആയിരുന്നു. ഇന്ന് റിയാദ് കോടതി ക്രിമിനൽ കോടതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകൾ. പിന്നെ അബ്ദുൾ റഹീം ആയിരുന്നു. അബ്ദുൾ റഹീം ജയിലിൽ ഇരുന്നിട്ട് ജയിലിനകത്ത് ഒരു കോടതി കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഇരുന്ന് ഓൺലൈൻ കൂടിയാണ് അബ്ദുൾ റഹീം ഈ ഒരു കോടതിയിലൊക്കെ ഇന്ന് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഇന്നിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങൾ, ഇന്നത്തെ വാദപ്രതിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. കാരണം ഇതിന്റെ പബ്ലിക് റൈറ്റ്സും പ്രൈവറ്റ് റൈറ്റ്സും ഉണ്ട്. പ്രൈവറ്റ് റൈറ്റ്സ് ഓൾറെഡി ജൂലൈ 2 ഈ പറഞ്ഞ എതിർ പാർട്ടിക്ക് ഇത്രയും കാശ് കൊടുക്കും, 34 കോടി കൊടുത്തു. ആ ഒരു ട്രയലും കാര്യങ്ങളും കഴിഞ്ഞു, ആ കേസ് തീർന്നു. അവിടുന്ന് അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയിട്ടുള്ള ഒരു ഉത്തരവും വന്നിട്ടുണ്ട്. അതോടുകൂടിയിട്ടാണ് ഇതിന്റെ പ്രൈവറ്റ് റൈറ്റ്സ് തീരുന്നത്. അവിടുന്ന് അത് തീർന്നു. ആ ഒരു ഉത്തരവ് ഇവിടെ നമ്മുടെ സൗദി ഗവർണറേറ്റിലോട്ട് വരും, റിയാദ് ഗവർണറേറ്റിലോട്ട് വരും. അവിടുന്ന് അവരിത് ക്രോസ് ചെക്ക് ചെയ്ത് കാര്യങ്ങൾ അതേ വിധി പകർപ്പ് അവർ തിരിച്ച് പബ്ലിക് പ്രോസിക്യൂഷനിലോട്ട് വിടുക, പബ്ലിക് റൈറ്റ്സിലോട്ട് വിടും. അങ്ങനെയാണ് വീണ്ടും ഒരു വാദപ്രതിവാദം കൂടെ അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ബെഞ്ച് സെയിം ബെഞ്ച് ആയിരുന്നില്ല, ഈ ക്രിമിനൽ കേസ് റദ്ദാക്കിയ ബെഞ്ച് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരുന്നു ഇന്നത്തേക്ക് ഈ കേസ് മാറ്റി വെച്ചത്. ഇന്ന് ഈ ബെഞ്ചിലോട്ട് ഈ പറഞ്ഞ വിധി പകർപ്പ് വന്നു. പിന്നെ പബ്ലിക് പ്രോസിക്യൂഷന്റെ വക അല്ലെങ്കിൽ അവരുടെ വാദപ്രതിവാദങ്ങൾ, അവരുടെ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിനെ എതിർത്ത്. അല്ലെങ്കിൽ അതങ്ങനെയല്ല, റഹീമിന്റെ സൈഡിൽ നിന്നുള്ളത് റഹീമായിരുന്നു വാദിച്ചിരുന്നത്. വക്കീലുണ്ട്, പക്ഷെ റഹീം പറയേണ്ട കാര്യങ്ങൾ റഹീം തന്നെ പറയണം. റഹീം അത് ഇന്ന് കോടതിയിൽ പറയുകയും ചെയ്തു. കോടതിക്ക് അത് ബോധ്യപ്പെട്ടു. അതോടുകൂടി ആ ഒരു വാദപ്രതിവാദ കാര്യങ്ങളായിരുന്നു ഇന്ന് കോടതിയിൽ നടന്നത്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു റിലീസിംഗ് ഓർഡർ വരേണ്ടത്. കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ട് റിലീസിംഗ് ഓർഡർ. ഇന്ന് തന്നെ കോടതി അത് റിലീസിംഗ് ഓർഡർ വരുത്തും, അല്ലെങ്കിൽ റിലീസ് ചെയ്യും, അല്ലെങ്കിൽ ഇത് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷമാണ് അത് നെക്സ്റ്റ് സിറ്റിങ്ങിലോട്ട് കോടതി മാറ്റി വെച്ചത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലാണെങ്കിലും ഇപ്പം നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ സൈഡിലാണെങ്കിലും ഇങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പം എല്ലാ വാദപ്രതിവാദങ്ങളും എല്ലാം കഴിഞ്ഞ് എല്ലാം തീർന്ന് ലാസ്റ്റ് ഫൈനൽ വിധി ചിലപ്പം ഇതുപോലെ തന്നെ കുറേ കേസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള വിധി പറയാൻ വേണ്ടി മാത്രം. ഇനി അതിൽ വേറെ ഒരു സാക്ഷികളോ അല്ലെങ്കിൽ പ്രതികളോ ഒന്നും അവിടെ വരേണ്ടതും പോകേണ്ടതുമില്ല. ഒരു വിധി പറയാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സിറ്റിംഗ് നടക്കാറുണ്ട്. ഇതും അതുപോലെ തന്നെയാണെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ 2 ആഴ്ചക്കകം നമുക്കൊരു ഡേറ്റ് കിട്ടും, ഈ ഒരു റിലീസിംഗ് ഓർഡറും ബാക്കി കാര്യങ്ങളും എന്നേക്കാണെന്നുള്ളത്. അത് കുറച്ചു കാലം കൂടി കുടുംബവും അബ്ദുറഹീമും ബാക്കി നാട്ടുകാരും എല്ലാവരും കാത്തിരിക്കണം. എന്താണെങ്കിലും ഇതാണ് ഇന്നത്തെ കാര്യം. ഇന്ന് നടന്നിട്ടുള്ള, ഇന്ന് കോടതിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും ഉള്ളത്.